ഒരു മനുഷ്യനെ പറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യം അയാളുടെ സ്വഭാവത്തെ പറ്റി പറയാം. എന്നെ സംബന്ധിച്ച് സൗമ്യ മനസ്സൻ, സുഹൃത്തുക്കളെ പെട്ടെന്ന് വശീകരിക്കാൻ പറ്റുന്ന ഹൃദയമുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു. ചില നടന്മാരെ കുറിച്ച് പറയും ജലം പോലെയാണ്. ജലം ഏത് പാത്രത്തിൽ ഒഴിക്കുന്ന ആ പാത്രത്തിന്റെ രൂപം സ്വീകരിക്കുന്ന പോലെ കഥാപാത്രവും അതുപോലെ മാറി വരുന്ന അപൂർവ നടന്മാരിൽ ഒരാൾ തന്നെയാണ് എനഫേട്ടൻ. എനിക്ക് അച്ഛൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല അച്ഛനും പറയുന്ന രംഗമുണ്ട്. അതുകൊണ്ട് കരയാണ്. ആ കരച്ചിൽ പൊട്ടിച്ചിരിയാകുന്നൊരു സീനുണ്ട്. പക്ഷെ ഒരു കരച്ചിൽ പെട്ടെന്ന് പൊട്ടിച്ചിരിയായി മാറുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ അഭിനയശേഷിയുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ജനം ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇരച്ചു മൂളി നിൽക്കുകയാണെങ്കിലും ആ സ്പീക്കറിൽ കൂടെ സഹൃദരായ കലാസ്നേഹികളെ എന്ന് വർഗീസേട്ടൻ്റെ ഒരു അനൗൺസ്മെന്റ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിൻ ഡ്രോപ്പ് സൈലന്റ്. നായകനോളം വീര്യമുള്ള, ഒരുപക്ഷെ നായകനൊപ്പം വീറും വാശിയുമുള്ള വില്ലന്റെ മാനറിസങ്ങളെ വിസ്മയത്തോടെ വരവേറ്റിട്ടുണ്ട് പ്രേക്ഷക വൃന്ദം. ഭാവാഭിനയത്തിലും ശബ്ദ നിയന്ത്രണത്തിലും ശരീരഭാഷയിലുമെല്ലാം പ്രകടന ചാരുത കൊണ്ട് വില്ലൻ വേഷങ്ങളിലും ക്യാരക്ടർ വേഷങ്ങളിലും കയ്യടികളേറെ നേടിയിട്ടുണ്ട് നടക്കപ്പറമ്പിൽ ഫ്രാൻസിസ് വർഗീസ് എന്ന ഈ കലാകാരൻ. കടയാടി രാഘവനും മമ്പറം ബാവയും മണപ്പള്ളി പവിത്രനും ലാഹേൽ വക്കച്ചനും പത്രത്തിലെ വിശ്വനാഥനുമടക്കം വിവിധ ക്യാരക്ടറുകളേറെ നടന വൈഭവം കൊണ്ട് അവിസ്മരണീയമാക്കിയ അദ്ദേഹം നാടകവേദികളിൽ നിന്നും ലഭിച്ച അഭിനയാനുഭവങ്ങളെ സിനിമയിലും പ്രയോഗിച്ചു. മിമിക്രി പ്രോഗ്രാമുകളിലൂടെ സ്വായത്തമാക്കിയ ശബ്ദ പരിചയം മികച്ച വോയിസ് മോഡുലേഷനിലൂടെ സ്വന്തം കഥാപാത്രങ്ങളെ കൂടുതൽ ജനപ്രിയമാക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. ജീവിതത്തിന്റെ ഫിലിമുകളിൽ നിന്നും അപ്രതീക്ഷിതമായി അപ്രത്യക്ഷനായെങ്കിലും ചലച്ചിത്ര ആസ്വാദകരുടെ മനസ്സിലെന്നും വിളങ്ങുന്ന ആ മുഖം. ഓർമ്മയിലെന്നും NF വർഗീസ്. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് അതേടാ, ഈ ഒക്കടയിൽ ഇങ്ങനെ ചേടി നടക്കുന്ന 1.5 ചാണിന്റെ പിസ്റ്റലല്ല, ഗണ്ണ്. എത്ര കാലം ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ അനി, ഞാൻ ഒരുപാട് ആശിച്ചുപോയി. എന്റെ മോൻ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ ഒന്ന് തടയാൻ ശ്രമിക്കുകയും ചെയ്തത് സാറാ. നിനക്ക് അവളെ ഇഷ്ടമാണ് ഇങ്ങനെ വിളിച്ചോണ്ട് വരിക. അതിനിവിടെ ആരും എതിര് പറഞ്ഞിട്ടില്ല. എടാ മരത്തലയന്മാരെ, തലച്ചോറില്ല ഒരുവനും. അല്ലേലും പുറമേ മുരടത്തരം കാണിക്കുന്ന ഒരു ഉള്ളുകൊണ്ട് നല്ലവരായിരിക്കും. കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ, പാത പോലെ എപ്പോഴും വന്ന് കയറും. അവളുടെ മോന്റെ മാനം കാക്കാൻ ഒരാൾ തയ്യാറാവുമ്പോ മറുത്ത് എന്താ പറയാണ്ടാവുക? നീ പകപോക്കുകയാണല്ലേടാ. പിന്നെ ചാകും ചാകുന്ന് പറഞ്ഞ എത്ര ദിവസം നോക്കിയിരിക്കണേ, മനുഷ്യൻ വേറെ പണിയില്ലേ? ഇതാരാന്ന് നിനക്ക് അറിയില്ല അല്ലേ? ഇല്ല. എടാ ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി. ഇതെന്തോ പുരട്ടി വെച്ചിരിക്കുന്നേ? കഴുത. അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ തെറ്റിയോ? എല്ലാം നഷ്ടപ്പെട്ട് ഒരു കീറപ്പായും കൈക്കുഞ്ഞുമായി ഈ പട്ടണത്തിൽ വന്നിറങ്ങിയപ്പോ എനിക്ക് കയറിക്കിടക്കാൻ ഒരിടം തന്നത് എന്റെ പപ്പുവ. ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുന്നേ ഉള്ളൂ. നിന്റെ കുട്ടിക്കാലം കണ്ട് പാച്ചുള്ളക്ക് ഈ മുഖം സഹിക്കാനാവുന്നില്ലടാ. ഓർമ്മയിലെന്നും NF വർഗീസ് എന്ന ഈ ലക്കത്തിൽ ആദ്യമെത്തുന്നത്. ഞാൻ ആദ്യം NF പറ്റി പറഞ്ഞു വില്ലനായി, സഹനടനായി, ഹാസ്യം കൈകാര്യം ചെയ്ത് അങ്ങനെ തന്നെ മലയാള സിനിമയിൽ ഒരുപാട് നാളുകളായി, ഒരുപക്ഷെ മദ്രാസ് സിനിമാ കാലം മുതൽ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളെ നിരവധി ചിത്രങ്ങളിൽ അനശ്വരമാക്കിയ ഒരു ഗംഭീര നടൻ. അദ്ദേഹം ക്യാരക്ടർ റോളുകളിലൂടെ, വില്ലൻ റോളുകളിലൂടെ, നർമ്മരസപ്രധാനമായ റോളുകളിലൂടെ എല്ലാം നമ്മളെ പലതരത്തിൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു നടൻ. നിരവധി ചിത്രങ്ങളിൽ NF വർക്ക് ചെയ്തിട്ടുള്ള ഒരു നടൻ. സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ. ജനാൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരുപാട് സിനിമകളിൽ NF ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു, ഒരുപക്ഷെ NF ചെയ്യുന്നതിന് മുമ്പേ അത്തരത്തിലുള്ള പരിപാടികൾ, ഹ്യൂമർ ചെയ്യുക, വില്ലൻ ചെയ്യുക, ക്യാരക്ടർ റോളുകൾ ചെയ്യുക, അച്ഛൻ വേഷം ചെയ്യുക, രാഷ്ട്രീയക്കാരൻ, ഒരു കാലം മുഴുവൻ ഈ പൊളിറ്റിക്കൽ സിനിമകൾ വരുമ്പം അതിനകത്തുള്ള വിവിധ തരം രാഷ്ട്രീയക്കാരുടെ വേഷങ്ങൾ, ഒരുപക്ഷെ ജനാർദ്ദൻ ചേട്ടനൊക്കെ നടന്ന ഒരു പാതയിലൂടെ തന്നെയാണ് സിനിമയിൽ പിന്നീട് NF നടന്നു വന്നതും അടുത്തുള്ളതുമെല്ലാം. പക്ഷേ ഒരു മദ്രാസ് സിനിമാ കാലഘട്ടത്തിലല്ല അദ്ദേഹം സിനിമയിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ എപ്പോഴായിരുന്നു? ഞങ്ങൾ കാണാതെ ഇരുന്നതിന്റെ കാര്യം പറയാം. ഞാൻ സിനിമ അഭിനയിക്കാനായിട്ട് മദ്രാസിലേക്ക് പോയി. 25-26 വർഷം മദ്രാസിലായിരുന്നു. ഓ, അതിനുശേഷമാണ് ഞാൻ കേരളത്തിലോട്ട് മടങ്ങി വരുന്നത്. ഓ,
മലയാള സിനിമ കേരളത്തിലോട്ട് പറിച്ചു കണ്ടപ്പോൾ അവിടെ ഞാനും പോകുന്നു. അങ്ങനതാണ്. അപ്പം അത് കാരണം NF-ആയിട്ട് നേരത്തെ പരിചയപ്പെടാൻ ഒരു ആ. ചുറ്റുപാടുണ്ട്. അതിനുള്ള ഒരു സാഹചര്യമില്ല. കാരണം NF-നും ആ മദ്രാസ് സിനിമാ സംഘത്തിലല്ല ഉള്ളത്. ഇല്ലായിരുന്നെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ തമ്മിൽ വളരെ പരിചയമായ പക്ഷേ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എത്രയോ വർഷത്തെ പരിചയമുള്ള രീതിയിൽ ആ ഒരു ബന്ധം വളർന്നു പോകുന്നു. ഒരു മനുഷ്യനെ പറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യം അയാളുടെ സ്വഭാവത്തെ പറ്റി പറയാം. എന്നെ സംബന്ധിച്ച് സൗമ്യ മനസ്സൻ, സുഹൃത്തുക്കളെ പെട്ടെന്ന് വശീകരിക്കാൻ പറ്റുന്ന ഹൃദയമുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു. ആ. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ദിവസം എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഓ, വീട്ടിൽ പോയിട്ടുണ്ട്. ആലുവ മാർക്കറ്റിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മ, വർഷങ്ങൾക്ക് മുമ്പാണ്. മാർക്കറ്റിൻ്റെ നടുവിലൂടെ റോഡിൽ പോയി ഒരു പാലം കയറി ഇറങ്ങി ലെഫ്റ്റ് സൈഡിൽ ഒരു മനോഹരമായ ഒരു വീട്. അവിടെ ഇരുന്ന് ഞങ്ങളെ ചില പ്രശ്നങ്ങളൊക്കെ ചില സംഭവങ്ങളൊക്കെ സംസാരിച്ചൊക്കെ കഴിച്ച് എന്നോട് സൂത്രം കാണിച്ചു തരാമെന്ന് വിളിച്ച്. ഞാൻ വൈക്കത്തുകാരനാണല്ലോ, അതുകൊണ്ടായിരിക്കാം. താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പുഴയുടെ, ആലുവ പുഴയുടെ ഒരു കൈവഴി അതിലെ പോകുന്നുണ്ട്. അവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കും. ചൂണ്ട, വലിയ ചൂണ്ടയും മറ്റ് കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഈ പരിപാടി ഉണ്ടായിരുന്നു നമുക്ക് ചൂണ്ട. അപ്പം ഞങ്ങൾ ആ ചൂണ്ടയൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ആ പഴയ ഒരു ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ NF-നെ പറ്റി ഓർക്കുമ്പോൾ അതാ നമ്മുടെ മനസ്സിൽ. നിങ്ങൾ ഇപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ സിനിമയെക്കാളും ഈ നാട്ടിൻപുറവും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ വർത്താനം പറയുന്നതും? അതെ. സിനിമ അതിനകത്ത് വരുന്നേ ഇല്ല. ഞങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അന്ന് സിനിമയല്ല, അതിനേക്കാളും എത്രയോ വിഭിന്നമായ സംഭവങ്ങളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊക്കെ അന്ന് കണ്ടതാ, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഇവിടെ നിങ്ങൾ വാഴുന്നവര് പോലുള്ള ചിത്രങ്ങളിലൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു സമയത്ത് NF-ഏട്ടൻ വന്നു. NF-ഏട്ടന് മിമിക്രി, നാടകം ഇതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിലാണ് സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് വലിയ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നു, നെടുനീളൻ ഡയലോഗുകളൊക്കെ പറയുന്ന സൈസ് കഥാപാത്രങ്ങളെ ചെയ്യുന്നു. ആ സമയത്തൊക്കെ ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വരുമ്പം സിനിമേതര കാര്യങ്ങൾ സംസാരിക്കുമെങ്കിലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻസ് ഒക്കെ എന്തായിരിക്കും? ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. ഞാൻ ഈദ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ രാവിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുള്ളിക്കാരൻ അവിടെ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സ്പീഡിൽ നടക്കും. എന്നിട്ട് ഇങ്ങനെ എന്നോട് പറയും, ചേട്ടാ രാവിലെ ഒന്നും ഉഷാറാവട്ടെ. അപ്പം ശാരീരികമായിട്ടും ഈ കാര്യത്തിലൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വളരെ ഉണ്ടായിരുന്ന ഒരാളാണ്. തമാശ വെച്ചാല് ഞങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഇല്ല, അതറിയാമോ? അതറിയില്ല. എന്റെ വിചാരം ജനാർദ്ദൻ ചേട്ടൻ നല്ല മൂത്ത ഞാനാ. NF-ന്റെ ഞാനുമായിട്ട് ഒരു 3 വയസ്സ് വ്യത്യാസം വരുള്ളൂ. ഓ, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ആ വ്യത്യാസമേ ഉള്ളൂ. പുള്ളി എൻ്റെ മൂത്ത മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വാഴുന്നേറിൽ 4 വയസ്സ് വ്യത്യാസത്തിൽ ജനാർദ്ദൻ ചേട്ടൻ ഒക്കെ പക്ഷെ നേരത്തെ അച്ഛനാട്ടോ. എന്നോ നല്ല ചെറുപ്പത്തിൽ തന്നെ നല്ല വലിയ പിള്ളേരുടെ അച്ഛനാ ജനാർദ്ദൻ ചേട്ടൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു വാഴുന്നോർ എന്ന് പറയുന്ന പടം നിങ്ങൾ തമ്മിലുണ്ട്, പള്ളുവാതിക്കൽ തൊമ്മിച്ചൻ എന്ന് പറയുന്ന പടമുണ്ട്, പഞ്ചാബി ഹൗസ് ഉണ്ട്, ഉസ്താദ് ഉണ്ട്, റൈഫയൽ ഉണ്ട്, പത്രം, ചന്ദ മാമ, വൺ മാൻ ഷോ, ഒരുപാട് സിനിമകൾ, നരിമാൻ, ദുബായ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട യാത്രകൾ, ഓർമ്മകൾ എന്ന് പറയുന്നത് എപ്പോഴും വളരെ വിലപ്പെട്ടത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ 4 വയസ്സ് വ്യത്യാസത്തിൽ മകനായിട്ട് 3 വയസ്സ് വ്യത്യാസം. അത് ഈ വേണുചേട്ടനൊക്കെ അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. വേണുചേട്ടനൊക്കെ എന്നോ അച്ഛനാ. നമ്മള് സിനിമ ഓർമ്മ, ഞാൻ ഈ വയസ്സിൻ്റെ ക്യാരക്ടർ അഭിനയിക്കുന്ന കഴിഞ്ഞാൽ സിനിമയ്ക്കകത്ത് വന്ന കാലത്താണ് ഞാൻ ഈ ഭൂഗോളം തിരിയുന്നു എന്ന് പറഞ്ഞ പടമൊക്കെ അഭിനയിച്ചു. അന്ന് സുകുമാരി ചേച്ചിയുടെ ഭർത്താവായിട്ട് അഭിനയിച്ചു. അപ്പം അത് നേരത്തെ തുടങ്ങി പരിപാടി. ഈ NF-ഏട്ടനും ചില കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറേ സിനിമകൾ തുടക്കം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദ വലയത്തിലുള്ള സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ അവരെഴുതിയ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന പടത്തിലും റാംജി റാവു പോലുള്ള പടങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പൂവിന് പുതിയ പൂന്തന്നൽ പോലുള്ള സിനിമയിലൊക്കെ ഒരുപാട് ചെറിയ വേഷങ്ങൾ ചെയ്ത് അദ്ദേഹത്തിനൊരു ബ്രേക്ക് ആകുന്നത് 93 ജൂഡ് അട്ടിപ്പേറ്റി സാർ, 90കളുടെ തുടക്കത്തിൽ ജൂഡ് അട്ടിപ്പേറ്റി സാർ ചെയ്യുന്ന മിഖായലിന്റെ സന്തതികൾ എന്ന് പറയുന്ന സീരിയലിലെ മദ്യപാനിയായിട്ടുള്ളൊരു കഥാപാത്രം,
അത് ദൂരദർശനിലായിരുന്നു. ആ കഥാപാത്രം ഒരു സീരിയലിന്റെ 2ാം ഭാഗം പിന്നെ തിയേറ്ററിൽ സിനിമയായിട്ട് വന്നു, പുത്രൻ എന്ന പേരിൽ. അതിലൊരു നല്ല വേഷം. 93 ആകാശദൂത് എന്ന് പറയുന്ന പടത്തിലെ കേശവൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ബ്രേക്ക് ആയതും പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടാത്ത വിധത്തിൽ അത്രയധികം സിനിമകളിൽ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പം ഒരുപാട് സിനിമകളിൽ NF ഏട്ടന് മികച്ച വേഷങ്ങൾ കൊടുത്തിട്ടുള്ള, ഒരുപക്ഷെ NF ഏട്ടൻ്റെ ഒക്കെ ഒരു നടന്ന വഴികൾ, നാടകം, മിമിക്രി. ഈ നാടകവും മിമിക്രിയും 2 എക്സ്ട്രീമുകളാണ്, എളുപ്പത്തിൽ ചേരാത്ത 2 സ്ഥലങ്ങളാണ്. ഇതിൽ 2ലും വർക്ക് ചെയ്തിട്ടുള്ള, ഇതിൽ 2ൽ നിന്നും സിനിമയിലേക്ക് എത്തിയിട്ടുള്ള, NF ഏട്ടനുമായിട്ട് വലിയ ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിൽ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ നല്ല വേഷങ്ങൾ ജനാർദ്ദൻ ചേട്ടനും ചെയ്തിട്ടുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തിരക്കഥാകൃത്ത് ശ്രീ ബെന്നി പി നായരമ്പലം. ആഹാ. ബെന്നിച്ചേട്ടൻ്റെ ഒക്കെ ഒരു വഴി ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു. നാടകമുണ്ട്, മിമിക്രി ഉണ്ട്. ശരിക്ക് ഞാൻ കണ്ടിട്ടുള്ള പല കാലഘട്ടങ്ങളിലും ഈ നാടകത്തിലുള്ളവർക്ക് മിമിക്രിയോടൊരു ചെറിയ പ്രതിഷേധമുണ്ട്. മിമിക്രിയിൽ നാടകത്തെ പലപ്പോഴും കോമഡി വൽക്കരിച്ച് കാണിക്കുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഒരു ശീതയുദ്ധം പലപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആളുകളാണ് ഈ 2 പ്രദേശങ്ങളിലും ഭംഗിയായി അവനവനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാളാണ് NF ഏട്ടൻ. ബെന്നിച്ചേട്ടൻ അങ്ങനെ ഒരാൾ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സിനിമയ്ക്ക് മുമ്പ് പരിചയമുണ്ടോ? ഞാൻ NF ഏട്ടനെ ആദ്യം കാണുന്നത് മഹാരാജ് കോളേജിൽ ഓഡിറ്റോറിയത്തിൽ കലാഭവന്റെ മിമിക്സ് പരേഡ് നടക്കുമ്പോഴാണ്. അപ്പൊ അതില് പുള്ളി അനൗൺസ്മെന്റ് ആണല്ലോ കൂടുതലും ചെയ്യുന്നത്, പുള്ളിയാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേജിൽ നല്ലൊരു ശബ്ദത്തിന്റെ ഉടമ. നമ്മളപ്പോ നാടകമൊക്കെ ഇങ്ങനെ ആരാധനയോടെ കൊണ്ടുനടക്കുന്ന കാലമായതുകൊണ്ട് ഈ ശബ്ദം നമുക്ക് വലിയ അട്രാക്ഷൻ അല്ല. അപ്പോൾ വളരെ ശുദ്ധതയുള്ളൊരു ശബ്ദമായിരുന്നു. അന്ന് ഓവറായിട്ടൊരു ബാസില്ല, നല്ല പ്യൂരിഫൈഡ് വോയിസ് ആയിരുന്നു NF ഏട്ടൻ്റെ. അപ്പോൾ NF ഏട്ടനാണ് അനൗൺസ് ചെയ്യുന്നത്. ആ അനൗൺസ്മെന്റിൽ തന്നെ ഒരു കലയുണ്ട്. കാരണം ഇപ്പം ബെന്നിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം, കാരണം ജനചേട്ടൻ ആ സമയത്ത് ഈ ശബ്ദത്തിന്റെ ഘന തൂക്കമായിരുന്നു. അതെ, പ്രൊഫഷൻ നാടകവേദിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ശബ്ദം എന്ന് പറയുന്ന ഭയങ്കര എല്ലാവർക്കും അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശബ്ദത്തിനൊരു സൗന്ദര്യം കൂടി ഉണ്ടായിരുന്നു. ശബ്ദ ഗാംഭീര്യം മാത്രമല്ല, ശബ്ദത്തിനൊരു പ്യൂരിറ്റിയും സൗന്ദര്യമുള്ള ശബ്ദമായിരുന്നു NF ഏട്ടൻ്റെ. നമ്മളന്നൊക്കെ ഈ റേഡിയോ സ്റ്റേഷനിലൊക്കെ കേൾക്കുന്ന ചില ശബ്ദത്തിൻ്റെ ഒരു ശുദ്ധത ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം. അപ്പോൾ ആ അനൗൺസ്മെൻറ്റിൽ തന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. മിമിക്സ് പരേഡിൻ്റെ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ കാസറ്റുകൾ, പഴയ കാസറ്റുകളൊക്കെ ശ്രദ്ധിച്ചറിയാം. നല്ല ശുദ്ധതയോടെയും വേഗതയിൽ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, ലാഗില്ലാണ്ടൊക്കെ ചെയ്യും. അവിടെയും അദ്ദേഹം ഈ താരങ്ങളെയോ ഒന്നല്ല അനുകരിച്ചിരുന്നത്, മോണാക്ടിന്റെ സൈഡായിരുന്നു പുള്ളി. പല അഭിനയത്തിന്റെ പരിപാടികളാണ് കാണിച്ചിരുന്നത്. പഴയ നാടകത്തിലെ ചില കഥാപാത്രങ്ങളൊക്കെ എടുത്തിട്ട് വളരെ രസകരമായിട്ടുള്ള പ്രസന്റേഷനായിരുന്നു അതിൻ്റെ അകത്ത്. ഓർമ്മയുണ്ടാവും, മറ്റേ വാനറച്ചിട്ട് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. എന്ന് വെച്ചാല് ഈ ചാകട കർത്താവാണ് നിന്നെ വെച്ചോണ്ടിരിക്കില്ല, ഏതെല്ലാം ദിക്കിലെന്തൊരു ആൾക്കാർ കോളറ വന്നിയാകണമെന്ന് പറഞ്ഞിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് പുള്ളി ചെയ്തു. അത് വളരെ രസമായിരുന്നു. അപ്പൊ അത് എൻ്റെ മനസ്സിലുണ്ടെന്നത് കാണുമ്പോൾ, പിന്നീട് സിനിമയിലൊക്കെ വന്നതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ, NF ഏട്ടൻ ആ ക്യാരക്ടർ വെച്ചിട്ടൊരു പരിപാടി ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ വാന്നറിച്ചിട്ട് പറയുന്ന ഒരു കഥാപാത്രം എന്നൊക്കെ പറയുമ്പോൾ പറയും, എഴുതി വെക്ക്, ഞാൻ ചെയ്തോളാം. അത് 6 പേജ് എഴുതിയാലും ഞാൻ കാണാപ്പടം പിടിച്ച് ചെയ്യാം. അത് അദ്ദേഹം നന്നായിട്ട് പറഞ്ഞു കാണിക്കും. ആ മിമിക്രിയുടെ ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ രസകരമാണത്. പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല. പല സിനിമയിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കണമെന്ന്, പക്ഷെ അത് നടന്നില്ല. ഈ 6 പേജ് എഴുതിയാലും ഞാൻ പറയാന്നൊക്കെ പറയുന്നത് ഒരു നാടക കോൺഫിഡൻസാണ്. അതിൽ ബൈഹാർട്ട് പഠിക്കണമല്ലോ. അത് നാടകം ബൈഹാർട്ട് പഠിച്ചിട്ടുള്ള പരിപാടിയാണല്ലോ. അതിനൊരു നാടക കോൺഫിഡൻസ് അതിനകത്തുണ്ട്. ഇപ്പോ പ്രജ എന്ന് പറയുന്ന ചിത്രത്തിൽ ഈ ലാഹേൽ വക്കച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം ചെയ്തേക്കുന്നത്, ഇവിടെ നോക്ക്, ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത് 5 പെഗ് ജോണി വാക്കറിന്റെ വാറല്ല, സീസൺഡ് പൊളിറ്റീഷ്യനായ ലാഹേൽ വക്കച്ചനാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നിടം വരെ ഇവിടെ എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഡയലോഗും പറച്ചിലും. ഈ 2.25 മണിക്കൂർ 2.5 മണിക്കൂറുള്ള നാടകം മൊത്തം ബൈഹാർട്ട് ചെയ്തിട്ടല്ല അവതരിപ്പിക്കുന്നത്. അപ്പൊ അതൊരു 10-15 ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് തന്നെ എല്ലാവരും ബൈഹാർട്ടാവും.
അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് സ്റ്റേജിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവും. 1 പേജ് 2 പേജ് അല്ല, എത്ര പേജ് തന്നാലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. പിന്നെ ശ്രദ്ധിച്ച കാര്യം, ഈ നാടകത്തിന് ആരോപിച്ച് കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞത് ഇത്തിരി കൂടുതലാണ് എന്ന് പറയും സിനിമയിൽ വരുമ്പോൾ. അതെ, നാടകത്തിന് അത് ആവശ്യമാണ്, സിനിമയിൽ വരുമ്പോൾ അത്ര വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ എന്നപ്പേട്ടൻ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇപ്പം നമ്മൾ നരസിംഹത്തിന്റെ തുടക്കത്തിൽ നീ പകപോക്കാണല്ലേടാ ചോദിച്ചാൽ ശരി, അല്ലെങ്കിൽ മമ്പറം ബാവ എന്ന് പറയുന്ന വല്യേട്ടനിലെ ക്യാരക്ടർ എടുത്ത് നോക്കിയാലും ശരി, സല്ലാപം എന്ന് പറയുന്ന സിനിമയിൽ ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള ആളാണെങ്കിൽ ശരി, പത്രത്തിലെ വിശ്വനാഥൻ ഇത് കൊച്ചിയാണ്, വിശ്വനാഥന്റെ കൊച്ചി എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ഒരു ആവശ്യത്തിനധികമെന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടെങ്കിലും ജനങ്ങൾ തെറ്റു പറയാത്ത അവസ്ഥയിലെത്തുന്ന രീതിയിൽ പോലും ശബ്ദം ഉയർത്തി സംസാരിക്കാതെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ആ ഒരു തിരിച്ചറിവ് നാടകത്തിൽ നിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ആ തിരിച്ചറിവ് ഉള്ളവരാണ് നിലയിൽ നിന്ന് പോകുന്നത് സിനിമയിൽ. കാരണം നാടകാഭിനയത്തിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ സിനിമയിലേക്ക് വരും. അത്ര ലൗഡാകേണ്ട കാര്യമില്ല. നാടകത്തിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ മൈക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത്രയും കൂടി ലൗഡായിട്ടൊക്കെ പറയേണ്ടി വരും. ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്തോറും ലൗഡായിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും. മൈക്കിനോട് അടുക്കുമ്പോൾ അത് കുറച്ച് കൊണ്ടുവരും. അങ്ങനെ ഒരു നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം നാടകത്തിന് നാടകീയതയാവാം, അതിന്റെ സംഭാഷണത്തിലുണ്ട്. ആ സംഭാഷണങ്ങളൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ഇത്തിരി സാഹിത്യമൊക്കെ കലർന്ന സംഭാഷണമായിരിക്കുള്ളൂ മിക്കവാറും. ജനാർദ്ദന്റെ നാടക പരിപാടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? ഞാൻ 1-2 നാടകത്തിൽ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നേരെ സിനിമയിലേക്ക് തന്നെയുള്ള പരിപാടികളായിരുന്നു. പിന്നെ ഈ എനഫേട്ടന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതേ, ഏത് വേഷവും പുള്ളിക്ക് ഇണങ്ങുന്ന രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. കാരണം ഇപ്പൊ പ്രായമുള്ള വേഷങ്ങളൊക്കെ ചെയ്ത കാര്യം പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഇപ്പൊ വളരെയധികം പ്രായമുള്ള വേഷമൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി. എന്റെ തന്നെ അച്ചാമ്മക്കൂട്ടർ അച്ഛനിലൊക്കെ നായികയുടെ അച്ഛനാണ്. പിന്നെ അതുപോലെ തന്നെ വാഴുന്നൂരിലെ ജനവേട്ടൻ അച്ഛൻ ഏറ്റവും മൂത്ത മകനാണ്. ഏറ്റവും മൂത്ത മകനാണ് കുരുവിള എന്ന് പറയുന്ന കഥാപാത്രമാണ്. അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്ത്. പിന്നെ ഈ പ്രായത്തിൽ നിന്ന് മാറി വിഗ് വെച്ച് കഴിഞ്ഞാൽ നല്ല ചെറുപ്പം ഫീൽ ചെയ്യുന്ന ആ സമയത്ത്. അപ്പൊ ഈ ചെറിയ കഷിന്റെയൊക്കെ ഉള്ളത് കൊണ്ട് പ്രായമാക്കാനും എളുപ്പമാണ് പുള്ളിനെ. നല്ല വിഗൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറുപ്പത്തിലേക്ക് മാറ്റാനും കഴിവുള്ള ഒരു നടനാണ്. അപ്പൊ ഏത് രൂപത്തിലേക്ക് മാറ്റാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. രൂപം മാറാൻ പറ്റും അദ്ദേഹത്തിന്. ഈ സമൂഹത്തിന്റെ ഏത് പ്രദേശത്ത് കൊണ്ട് നിർത്തും, നല്ല സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് അതെ അതെ നല്ല ലെവലിൽ നമ്മൾ വളരെ എക്സിക്യൂട്ടീവ് പ്രദേശങ്ങളിലും കൊണ്ട് നിർത്താൻ, നല്ല കയ്യിലേക്ക് കുത്തി ഒരു ബനിയനൊക്കെ ഇട്ട് നല്ല ഗ്രാമപ്രദേശങ്ങളിൽ അവിടെ കൊണ്ട് നിർത്തണമെങ്കിലും ഈ എന്താ പറയുന്ന അതിന്റെ ഒരു ടെറൈനുമായിട്ട് സിങ്ക് ആകുക എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എന്റെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനത്തെ ഒരു ഗ്രാമപ്രദേശത്ത് മന്ത്രമുദ്രത്തില് റേഷൻ കടക്കാരൻ റേഷൻ കട മുതലാളിയായിട്ടാണ്. റേഷൻ കടക്കാരനായിരുന്നു തന്നെ തോന്നുമല്ലോ അദ്ദേഹത്തിന്റെ പ്രസന്റേഷനും മാനറിസവും. നമ്മളെന്താ ദുബായ് എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പരിപാടി. ചില നടന്മാരെ കുറിച്ച് പറയും, ജലം പോലെയാണ്. ജലം ഏത് പാത്രത്തിൽ ഒഴിക്കുന്ന ആ പാത്രത്തിന്റെ രൂപം സ്വീകരിക്കുന്ന പോലെ കഥാപാത്രവും അതുപോലെ മാറി വരുന്ന അപൂർവ നടന്മാരിൽ ഒരാൾ തന്നെയാണ് എനഫേട്ടൻ. ജനാർദ്ദൻ, നമ്മളിപ്പം ചില നടന്മാരെ നമുക്ക് അവരിരുന്നൊരു കൈലി കൊടുത്ത് ഇച്ചിരി കപ്പയും മുളക് ചമ്മന്തിയും കൂടെ തിന്നുന്ന സീൻ മനസ്സിലാലോചിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കപ്പയും മുളക് ചമ്മന്തിയായിട്ട് ഇവർ ചേരുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. വിഷ്വലി ചേരണമല്ലോ ഈ സാധനങ്ങളുമായിട്ട്. അവിടെയാണ് ഇതുപോലെ ചില നടന്മാർ എല്ലാ പ്രദേശങ്ങളെയും കൃത്യമായി എത്തിച്ചു പോയിട്ടെന്നുള്ളത് വലിയ അത്ഭുതമാണ്. ഫർഗീസ് എന്ന തുല്യ നടന്റെ ഓർമ്മകളുമായി ഇപ്പോൾ തിരക്കഥാകൃത്ത് ജയ പള്ളാശ്ശേരി. വർഗീസും ഞാനും തമ്മിലുള്ളൊരു സൗഹൃദം എന്ന് പറഞ്ഞാൽ, ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് ട്യൂഷൻ എടുത്തിരുന്നത് വർഗീസിൻ്റെ ചേച്ചിയാണ്. എലിസബത്ത് ടീച്ചർ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. അപ്പോൾ അന്ന് വർഗീസ് SSLCക്ക് പഠിക്കുകയാണ്. അപ്പോൾ ട്യൂഷൻ തീരുമ്പോഴത്തേക്കൊരു 7 മണിയൊക്കെ ആവും. അപ്പോഴേക്കും വർഗീസ് ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരും. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ആ സൗഹൃദം കുറേ വർഷങ്ങളോളം ഒരുമിച്ചുള്ളൊരു യാത്രയായി. അത് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും സംസാരിക്കാറുണ്ടായിരുന്നത് നാടകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരേ താല്പര്യങ്ങളുള്ളവരായതുകൊണ്ടാണ് ഒരുമിച്ച് അത്രയും വർഷം, ഏതാണ്ട് പിന്നീട് 12 വർഷങ്ങളോളം ഒരുമിച്ച് നാടകത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു. ഞാൻ സദാനന്ദൻ്റെ സമയം എന്ന് പറഞ്ഞ സിനിമ
എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ ഡയറക്ടർക്ക് ഒരു ഫോൺ വരുന്നു. അപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ട് ആണോ എപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ജോസ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഞാൻ ടി വി വെക്കട്ടെ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ടി വി ഓൺ ചെയ്തു. അപ്പോഴാണ് എന്നെ ഫർഗീസ് അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിപ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. ഇമ്മീഡിയറ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ കാരൂത്തൊഴി ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും അവിടെ നിന്ന് കാർമൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞു. അവിടെ ചെന്നപ്പോഴേക്കും ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവിടെ ദിലീപും മറ്റ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് കാണാൻ പറ്റിയില്ല. പിന്നീട് ഞാനും എൻ്റെ കുടുംബവും ഈ ആലുവ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴൊന്നും പോയില്ല. കാരണം അവിടെ ജനപ്രളയമായിരുന്നു. പിന്നീട് പള്ളിയിലാണ് പോയി ഞാൻ വർഗീസിനെ കണ്ടത്. ഇന്നും ആ നിമിഷം ഓർമ്മയിൽ നിന്ന് പോകുന്നില്ല. എന്നെ ഒരു അനിയനെ പോലെയാണ് വർഗീസ് കണ്ടിരുന്നത്. ഉപദേശിക്കുകയും എന്നോട് എപ്പോഴും പറയും, നീ നടനായിട്ട് വരേണ്ടവനായിരുന്നു, നീ കമ്പാർട്ട്മെൻറ്റ് തെറ്റിയാണ് തിരക്കഥാകൃത്തായി മാറിപ്പോയതെന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. വർഗീച്ചേട്ടൻ്റെ ഒരു 2 സ്ഥലങ്ങൾ, 3 പ്രധാന വിഹാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം വിരാജിച്ചിരുന്ന ഒരു 3 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നാടകവും മിമിക്രിയും സിനിമയുമാണ്. ഈ 3 പ്രദേശങ്ങളിലും അദ്ദേഹത്തിന് വിശാലമായ സൗഹൃദങ്ങളുണ്ട്, ഒരു ദീർഘമായ കാലഘട്ടങ്ങളുമുണ്ട്. എന്നാൽ മിമിക്രിയിൽ 12 കൊല്ലത്തോളമുണ്ട്, നാടകത്തിൽ ഇപ്പോൾ പറഞ്ഞു 10-12 കൊല്ലമുണ്ട്, സിനിമയിൽ അത്രയോ അതിനപ്പുറമുണ്ട്. അപ്പം ഈ 3 പ്രദേശങ്ങളും ഒന്നിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ സിനിമയിലെത്തുന്ന ഒരു NF ഏട്ടൻ, അദ്ദേഹത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് കാലം അദ്ദേഹം ഉണ്ടായിരുന്നത് നാടക മേഖലയിലാണ്. നാടക മേഖലയിൽ അദ്ദേഹത്തിൻ്റെ തുടക്കകാലം അത്രയും ഒപ്പമുണ്ടായിരുന്ന, ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുള്ള, അദ്ദേഹവുമായി നാടക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള, നിരന്തര സൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ഒരാൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട സേവ്യർ പുൽപ്പാൻ. സേവ്യേട്ടാ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ നാടകം, സിനിമ, മിമിക്രി തുടങ്ങിയ വിവിധ മേഖലകളെ കുറിച്ച് പറയായിരുന്നു. അതിൽ NFന്റെ ഒരു നാടകകാലം എത്രയും ഒപ്പമുണ്ടായിരുന്ന ആളാണ്. എത്ര നാടകങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ശരിക്ക് നേരത്തെ മുതൽ അമച്ചർ നാടകങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും വർഗീസൊക്കെ ആലുവയിൽ അമച്ചർ നാടകരംഗത്ത് ഈ മത്സര നാടകങ്ങൾക്ക് പോയിരുന്ന കാലമുണ്ടായിരുന്നു. 70കളുടെ മധ്യത്തിലൊക്കെ. അപ്പോൾ ആ കാലത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു ആയുധപ്പുര എന്ന ഏകാംഗ നാടകം അങ്കമാലി ഫൈൻ ആർട്സ് ഹാളിൽ അവതരിപ്പിക്കുന്നു. അതിൽ പ്രധാന വേഷം വർഗീസാണ് ചെയ്യുന്നത്. കൂട്ടത്തിൽ എന്നെ ജയപ്പള്ളാശ്ശേരി ഉണ്ടായിരുന്നു. അത് കുറേ സമ്മാനങ്ങൾ കിട്ടി. അതിനുശേഷം സംഭവിച്ചത് താപസ് എന്ന് പറഞ്ഞൊരു 4 പേര് മാത്രമുള്ളൊരു നാടകം. അതിനകത്ത് ജയപ്പള്ളാശ്ശേരി, വർഗീസ്, ഞാൻ, നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ഒരാൾ, ഞങ്ങൾ 4 പേര് അഭിനയിക്കുന്നു. അതിന് പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ഏതാണ്ട് 80ഓളം വേദികളിൽ അത് അന്ന് ഈ മത്സരങ്ങളിൽ അവതരിപ്പിച്ചു. ഈ മത്സരിച്ച് എല്ലായിടത്തും പ്രൈസ് കിട്ടുക എന്നുള്ളത് അപൂർവമാണ്. പക്ഷെ ഞങ്ങൾക്ക് എല്ലായിടത്തും കിട്ടി. അതിന് രചനയ്ക്ക് സംവിധാനത്തിന് എനിക്ക് കിട്ടുമ്പോൾ വർഗീസിനും പള്ളാശ്ശേരിക്കും മാറി മാറി നടനുള്ള അവാർഡ് കിട്ടും. അത് ഞങ്ങൾക്കൊരു ആവേശമായി. ആ ആവേശത്തിൽ നിന്നാണ് പിന്നീട് ഞാൻ മൈത്രി കലാകേന്ദ്രം പറയുന്ന പ്രൊഫഷണൽ നാടക സമിതിക്ക് രൂപം കൊടുക്കുന്നത്. അങ്ങനെ രൂപം കൊടുക്കാൻ ഒരു കാരണം പങ്കുണ്ടോ അതോ ഇല്ല? അത് ഞാൻ ഇതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രധാന എനിക്ക് പ്രോത്സാഹനം തന്നത് വർഗീസാണ്. എന്ന് പറഞ്ഞാൽ ഒരു നാടക സമിതി തുടങ്ങാനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല. ഞാൻ പറഞ്ഞു വർഗീസിനോട് പറഞ്ഞ്, വർഗീസ് അതൊന്നും നടക്കണ കാര്യമൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോൾ, താൻ തുടങ്ങണോ, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് നന്നായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമർഷത്തിലാണ് വർഗീസ് ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നത്. ഏതായിരിക്കും വർഷം?
അത് 1977 77 ആഗസ്റ്റ് മാസം 15-ാം തീയതി അങ്കമാലി ഫൈൻ ആർട്സ് ഹാളിലാണ് അത് അന്നത്തെ പ്രമുഖ നാടകൃത്തായ KS നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ നാടകം അന്നത്തെ അവസ്ഥയിൽ ഒരു പിന്തുണയുമില്ലാതെ ഒരു ഏജൻറ്റുമാരുമില്ലാതെ അന്ന് 42 വേദികളിൽ അഭിനയിച്ചു. അത് വലിയൊരു ആവേശമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അഭിനയിക്ക് ഒരു കാരണം കൂടി, ഈ അമർഷത്തിന് സംഗീത നാടക അക്കാദമിയുടെ അമച്ചർ നാടക മത്സരത്തിൽ അതിനു മുമ്പ് പ്രൈസ് കിട്ടിയിരുന്നു. അത് ഞങ്ങളല്ല അവതരിപ്പിച്ചത്, ഞാൻ തന്നെ രചനയും സംവിധാനം നിർവഹിച്ച് സൗത്ത് ഇന്ത്യ വൈറോപ്സ് എന്ന് പറയുന്ന കമ്പനിയിലെ റിക്രിയേഷൻ ക്ലബ്ബാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അത് എൻ്റെ ഒരു അവാർഡ് കിട്ടിയത് ഞങ്ങൾക്കൊരു ആവേശമായിരുന്നു. അപ്പോൾ അങ്ങനെ 42 വേദികളിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. വർഗീസാനത്ത് പ്രതാപൻ എന്ന് പറയുന്ന ഒരു തെരുവ് ഗുണ്ടയായിട്ടാണ് അഭിനയിക്കുന്നത്. അത് പറയുമ്പോൾ അതിനകത്തുള്ളൊരു അനുഭവം, വർഗീസിൻ്റെ പ്രതിഭയുടെ മാറ്റൊരുക്കുന്നൊരു അനുഭവം കൂടി ഞാൻ പറയാം. 78 തോന്നുന്നു, പൊന്നാനി ഫൈൻ ആർട്സ് ഹാളിൽ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നായികയായിട്ട് അഭിനയിക്കുന്ന ജയറാണി എന്ന് പറഞ്ഞ നടിയാണ്. അതിൻ്റെ ഇൻ്റർവെല്ലിന് മുൻപ് ഒരു സീനുണ്ട്. അതിനകത്ത് ഈ സ്വാതന്ത്ര്യ സേനാനിയായ ആളുടെ മകനാണ് ഈ തെരുവുകൊണ്ടയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സേനാനിയുടെ ജഡം തെരുവിൽ നിന്ന് കണ്ടെത്തുകയാണ്. ഇയാൾ ഇത് എടുത്തിട്ട് വന്നിട്ട് അത് ആൾത്തരെ കിടത്തിയിട്ട്, എനിക്ക് അച്ഛൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ എന്നും പറയുന്ന, എന്നിട്ട് അതുകൊണ്ട് കരയാണ്. ആ കരച്ചിൽ പൊട്ടിച്ചിരിയാകുന്നൊരു സീനുണ്ട്. അത് അസാധ്യമായിട്ട് അയാൾ അഭിനയിച്ചു എന്നുള്ളതാണ്. കാരണം ഞാൻ ചുമ്മാ എഴുതിയിരിക്കുന്നു, ഇത് കരയുന്നു, ആ കരച്ചിൽ പൊട്ടിച്ചിരിയായി മാറുന്നു. പക്ഷെ ഒരു കരച്ചിൽ പെട്ടെന്ന് പൊട്ടിച്ചിരിയായി മാറുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ അഭിനയശേഷിയുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അത് അസാധാരണമായി ചെയ്തു. അവിടെ ഇൻ്റർവെല്ലും ആകുകയാണ്. എല്ലാ സീനിലും എല്ലാ വേദിയിലും അതിന് NF കൈകടി കിട്ടുമായിരുന്നു. അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നടി ഈ ഇൻ്റർവെൽ സീൻ കഴിഞ്ഞിട്ട് ബോധം കെട്ട് വീഴുകയാണ് ഗ്രീൻ റൂമിൽ. പിന്നെ നാടകം എങ്ങനെ കൊണ്ടുപോകും? അവസാനം അപ്പോൾ അതിൻ്റെ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് ഒരു ഡോക്ടറാണ്. അദ്ദേഹം വന്ന് പരിശോധിച്ചുകൊണ്ട് പറഞ്ഞ് അത് ഗ്യാസ് കയറിയതാകാനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കാറിൽ നിന്ന് ഒരു കുറേ മെഡിസിനൊക്കെ എടുത്തു കൊടുത്തു. അവർ റെഡിയായി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇനി കളിക്കാൻ പറ്റുമോ? അപ്പോൾ അവർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം പള്ളാശ്ശേരി അന്ന് പാടുന്നുണ്ട്. ഈ ഇൻ്റർവെല്ലിനന്ന് ഈ ഓർക്കസ്ട്ര കൂടെയുള്ള കാലമാണ്, റെക്കോർഡിംഗ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ പള്ളാശ്ശേരിയാണെന്ന് പാടുന്നത്. പള്ളാശ്ശേരി പാട്ടുകാരനും കൂടിയാണെന്ന്. അപ്പോൾ ആ പാട്ടൊക്കെ 2 പാട്ടും കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ റെഡിയായി. വീണ്ടും അഭിനയം തുടങ്ങി. ഏതാണ്ട് നാടകം തീടാനൊരു 10-15 മിനിറ്റ് ഉള്ളപ്പോൾ ഇവർ വീണ്ടും കൈയും കാലും വരച്ച് ബോധശൂന്യാകാണ്. വർഗീസ് പതുക്കെ തള്ളി വിട്ടു. സ്റ്റേജിൽ നിന്നിട്ട് പതുക്കെ ഗ്രീൻ റൂമിലേക്ക് തള്ളി കൊണ്ടുവന്നു. അവർ വീണ്ടും ബോധം പോയി. പിന്നെ എങ്ങനെ നാടകം കൊണ്ടുപോകും? പക്ഷെ വർഗീസ് നാടകം ഓരോ ഡയലോഗ്സൊക്കെ പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. അപ്പം ഞാൻ പുറത്ത് നിന്നപ്പോൾ എൻ്റെ സീനെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് ഗ്രീൻ റൂമിൻ്റെ അവിടെ നിൽക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്നും ഒരു നിവൃത്തിയില്ല. പക്ഷെ വർഗീസും വേറെ പങ്കന്ത്രക്കാക്കാരെന്ന് പറഞ്ഞ നടനും കൂടി ആ നാടകം ഇങ്ങനെ ഡയലോഗ്സ് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ആ നാടൻ ഫിനിഷ് ചെയ്യണമെങ്കിൽ ലോക്കപ്പിൽ കിടന്ന് മരിച്ചയാൾ കമലമ്മയുടെ മകനാണെന്ന് പറയേണ്ടത് ഈ സ്ത്രീയാണ് പറയേണ്ടത്. അതാര് പറയും? അത് പറഞ്ഞാലാണ് പിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റൂ. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി, നമ്മുടെ ബാബു പള്ളാശ്ശേരി അതിനകത്ത് ബാലനടനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവനോട് പറഞ്ഞു, നീ ഓടിച്ചെന്ന്, അവൻ വരേണ്ട കാര്യമില്ല, പിന്നീട് ഓടിച്ചെന്ന് പറയാ കമല ചേച്ചിയുടെ മകൻ ലോക്കപ്പിൽ കിടന്ന് മരിച്ചു എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ വർഗീസ് സ്വന്തമായി ഡയലോഗ്സ് ഉണ്ടാക്കി ആ നാടകം പ്രേക്ഷകർ ഇതിൻ്റെ കുഴപ്പങ്ങളൊന്നും അറിയാതെ ഗംഭീരമായി ഫിനിഷ് ചെയ്തു. നാടകം ഇതിന് വലിയ കൈയിടിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ അത്തരം സന്ദർഭത്തിൽ കട്ടലിട്ട നാടകം പാളിപ്പോകാവുന്നതാണ്. ഈ ഓടി വന്ന് പറഞ്ഞു എന്ന് പറയുന്ന ബാബു പള്ളാശ്ശേരി, അദ്ദേഹം നമുക്ക് ഈ യാദൃശ്യമായിട്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ഇതാണ് സമയം. അദ്ദേഹം ഇപ്പോൾ NF ഏട്ടനെ ഓർക്കുന്നു. തന്നോടൊപ്പം വളർന്നു വരുന്ന കലാകാരന്മാർ ഉയർന്നു കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വർഗീസേട്ടൻ പറയും, എടാ 50 പൈസ ഒരു ചോറ്റുപാത്രത്തിൻ്റെ അടുപ്പ് കിണറ്റിൽ വീണിട്ട് അത് എടുത്തു കൊടുത്താൽ 50 പൈസ തരാമെന്ന് പറഞ്ഞിട്ട് കിണറ്റിൽ ഇറങ്ങിയവനാണ് ഞാൻ. ഇന്നിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നീ നിൻ്റെ കാറിൽ വരുന്നു, ഞാൻ എൻ്റെ കാറിൽ വരുന്നു. ഇടയ്ക്ക് ഇതൊക്കെ ഒരു ബോണസ് അല്ലേ?
അപ്പോൾ അതുകൊണ്ട് സഹപ്രവർത്തകർ വളരുന്നത് കാണുന്നത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് വർഗീസേട്ടൻ. വർഗീസേട്ടൻ്റെ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തൃശ്ശൂർ റേഡിയോ നിലയത്തിലൊരു നാടകം ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞെടാ എൻ്റെ നാടകമുണ്ട്, നീ കേൾക്കണേ, കേട്ടിട്ട് നീ അഭിപ്രായം പറയണം. കാരണം അദ്ദേഹം അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആവേശമാണ്. എടപ്പള്ളിയിൽ വെച്ച് ബസ് ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിൽ പെട്ട് അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞു പോയി. അങ്ങനെ അവിടുന്ന് എഴഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റിട്ട് നടന്നാണ് പുള്ളി വണ്ടിയിലേക്ക് കയറിയത്. അങ്ങനെ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് കൈ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെ പുള്ളി സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് കുഴപ്പമില്ല വർഗീസ്, നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ ഡോക്ടറെ? നിങ്ങൾക്കറിയാം വർഗീസിൻ്റെ ഒരു കൈ ഇങ്ങനെ അല്പം ഇങ്ങനെ ചെയ്ത് ഞാൻ അത് ആക്സിഡൻ്റ് ആയിട്ട് കമ്പിയിട്ടൊക്കെയാണ്. ഒരുമിച്ച് നാടകം അഭിനയിച്ച് അല്ലെങ്കിൽ സിനിമയിൽ പിന്നീട് ഞാൻ തിരക്കഥ എഴുതിയ സിനിമയിൽ അദ്ദേഹത്തിന് കഥാപാത്രങ്ങളെ കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ സന്തോഷമാണ്. അപ്രതീക്ഷിതമായ ഒരു യാത്ര പറച്ചിലായിരുന്നു. അതിന് ഒരാഴ്ച മുമ്പ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അദ്ദേഹം അവിടെ കൃഷിയിലായിരുന്നു. അവിടുന്ന് ഒരു ഏത്തവാഴയുടെ കണ്ണെടുത്തിട്ട് എടാ നീ ഇത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അത് മുളച്ച് എന്നോട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു പെയിൻ ഉണ്ടാവുകയും നമ്മുടെ ആലുവയിലെ ആ ഉളിയന്നൂർ, പെരുന്തച്ഛൻ്റെ നാടായ ഉളിയന്നൂരാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടുന്ന് അക്കടേറ്റ് വണ്ടി ഓടിച്ച് വന്ന് പെട്ടെന്ന് അവിടെയുള്ള ആ പോസ്റ്റിൽ വന്ന് ഇടിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലൈസായി. അവിടെ വെച്ച് അദ്ദേഹം പോവുകയായിരുന്നു. ഈ ബാബു ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിന് അനുബന്ധമായിട്ടൊരു പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട്. അതായത് ആക്സിഡൻ്റ് ആയതിനു ശേഷം കോമ്പൻസേഷന് വേണ്ടി കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതിയിൽ വക്കീൽ വാദിച്ചതെന്ന് പറഞ്ഞാൽ അഭിനയമല്ലേ, കൈക്ക് പരിക്ക് പറ്റിയത് അഭിനയത്തെ ബാധിക്കില്ല എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ്സ് വന്നപ്പോൾ NF-ഏട്ടൻ പറഞ്ഞു അല്ല അഭിനയത്തെ ബാധിക്കും. കാരണം ഒരാളോട് നീ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വരെ കൈ വരുള്ളെങ്കിൽ എങ്ങോട്ട് ഇറങ്ങിപ്പോകാനാണ്, വാതിൽ മാറിപ്പോവും എന്ന് പറഞ്ഞ് അതുകൊണ്ട് അത് ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജി തന്നെ തിരിച്ചുപോയി. എന്നിട്ട് പുള്ളിക്ക് കോമ്പൻസേഷൻ കിട്ടിയെന്ന് ഒരു കഥ. ഈ പറഞ്ഞ ആക്സിഡന്റിന് ശേഷം ഉണ്ടായ കോടതിയിൽ വെച്ച് അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് സന്ദർഭോചിതമായിട്ട് പുള്ളി ചില കമന്റുകൾ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അത് വളരെ നർമ്മത്തിലൂടെ തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്യും. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. 2002 ജൂൺ മാസം 19 തീയതിയാണ് മരണം അടയുന്നത്. 17-ാം തീയതി എൻ്റെ നാടക സമിതിയുടെ ഓഫീസിൽ വന്നിരുന്നു. അപ്പോൾ പുള്ളി ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഗ്യാപ്പ് വരുമ്പോൾ എന്നെ കാണാൻ വരും. എന്നിട്ട് ആ ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായ സംഭവങ്ങളും വിശേഷങ്ങളൊക്കെ പറയും. അന്ന് 17-ാം തീയതി ജൂൺ 17-ാം തീയതി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ ഈ പറഞ്ഞ മാതിരി അകാലത്തിൽ മരിച്ചതിൻ്റെ 30-ാം ദിവസമായിരുന്നു. അപ്പം അനിയനുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു അവൻ ജീവിച്ച് കൊതി തീരാതെയാണ്ടോ പോയത് എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞു എനിക്കും വയസ്സ് 19-22 എൻ്റെയും അവസാനത്തെ റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്ടോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വല്ലാതെ ശാസിച്ചു. താനെന്തോ തോന്നിയ ദിവസമാണ് ഈ പറയുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശാസിച്ചു. അന്ന് ഏതാണ്ട് ഒരു 3-4 മണിക്കൂറിരുന്ന് ഞങ്ങൾ സംസാരിച്ചു. അതൊക്കെ ഈ ഷൂട്ടിംഗ് വിശേഷങ്ങളും നാടക വിശേഷങ്ങളും ഒക്കെയാണ്. അതിനുശേഷം പുള്ളി വണ്ടി കയറിയിരുന്നു. കാറിൽ കയറിയിരുന്നപ്പോൾ സംസാരിച്ച് തീർന്നിട്ടില്ല എന്ന മട്ടിൽ ഞാൻ വീണ്ടും പോയി വണ്ടിയിലിരുന്നും കുറച്ച് നേരം സംസാരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ, മൈസൂരിയുടെ നാടക ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കാറുമായിട്ട് വന്നിട്ട് വേഗം ഒന്നവിടെ നിർത്തിയിട്ട് പറഞ്ഞു ദേ വർഗീസ് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണം, നമുക്ക് അമൃതയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ പറഞ്ഞത്. ഞാൻ ഉടനെ ആ വണ്ടി കയറി നേരെ ചെല്ലുമ്പോൾ മരിച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ആദ്യ അവസാനം ഞാനുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു അറം പറ്റുന്നത് പോലെ അവസാനത്തെ റീൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പറയുകയും കാര്യം ഞാനതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ പോലും അതൊരു അറം പറ്റി പോലെയായി എന്നുള്ളതാണ്. അത് അന്നത്തെ പത്രത്തിൽ മനോരമയിലൊക്കെ ആ വാർത്ത വന്നിരുന്നു. എൻ്റെ അടുത്ത് ചിലർ ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. അപ്പോൾ അന്ന് ആ വാർത്തയും വന്നിരുന്നു. ഇപ്പം നാടകത്തിൽ നിന്ന് സേവരേട്ടൻ വന്ന പോലെ തന്നെ നാടകത്തിന് ശേഷം NF-ഏട്ടൻ നേരെ ഓടിച്ച് നേരിട്ടുള്ളത് മിമിക്രി എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ ഈ പറഞ്ഞ പോലെ മറ്റു നടന്മാരൊന്നും അനുകരിച്ചിട്ടില്ലെങ്കിലും അനൗൺസ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പല കാസറ്റുകളുടെയും തുടക്കത്തിൽ വളരെ ഇങ്ങനെ രസമുള്ള ശബ്ദത്തിൽ പറയുക ചെയ്തുള്ള ഒരാളാണ്. മിമിക്രിയിൽ അദ്ദേഹത്തോടൊപ്പം വളരെ ദീർഘകാലം പ്രവർത്തിക്കുകയും സന്തത സഹചാരിയായിരിക്കുകയും ഒരുപാട് ആശയവിനിമയം ചെയ്യുകയും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇനി ഓർമ്മയിലെന്നും NF വർഗീസ് എന്ന ഈ ലക്കത്തിലേക്ക് കടന്നു വരുന്നത്. നിരവധി സിനിമകളിലൂടെ, ഓഡിയോ കാസറ്റുകളിലൂടെ, ടെലിവിഷൻ പരിപാടികളിലൂടെ
മറ്റ് കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയും എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കലാകാരൻ സ്നാനം ചെയ്യുന്നു. ഓർമ്മയിലെന്നും എന്നെ ഫർഗീസ് എന്ന ഈ ലക്കത്തിലേക്ക് പ്രിയപ്പെട്ട രമേശ് കുറുമശ്ശേരി. ഞങ്ങളിപ്പം ജനാർദ്ദൻ ചേട്ടൻ സിനിമാ സൗഹൃദം, ബെന്നിച്ചേട്ടൻ സിനിമാ സൗഹൃദം പറഞ്ഞു, നാടകകാലത്തെ കാര്യങ്ങൾ പറഞ്ഞു. നാടകത്തിൽ നിന്ന് മിമിക്രിയിൽ വരുന്ന കാലം തൊട്ട് രമേശ് ചേട്ടൻ കൂടെ ഉണ്ട്. ഹരിശ്രീയിലല്ലേ? ഹരിശ്രീയിൽ എത്ര നാളുണ്ടായിരുന്നു നിങ്ങൾ? 8 വർഷം. ആ, എനിക്ക് വർഗീസേട്ടൻ എന്ന നടൻ എന്ന ഇതിനേക്കാൾ ഉപരി ആ വ്യക്തിയെയാണ് എനിക്ക് ആരാധന. ഒരു ചില്ലുകൂട്ടിൽ വെക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മൾ ലോകത്തിൽ എന്തിനെക്കുറിച്ചൊരു സംശയം വർഗീസനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരു മറുപടി ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോഡ് ഫാദറാണ്, എൻ്റെ ഒരു വെൽവിഷറാണ്. ഞങ്ങൾ ഈ 8 വർഷം മെറ്റഡോറ് ടെമ്പോവാനിലായിരുന്നു അന്ന് മിമിക്രിക്ക് പോവാം. അപ്പോൾ ഒരുപാട് കഥകൾ ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ്. ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ പറയും. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 79-80 കാലഘട്ടത്തിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഹാസ്യകലാ പരിപാടി ആദ്യമായിട്ട് ഞങ്ങളുടെ കുറുമശ്ശേരി SNDP സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ഹാസ്യകലാ പ്രകടനം. പിന്നെ ഞാൻ 82-ൽ ശങ്കര കോളേജിൽ പഠിക്കുമ്പോൾ സ്റ്റാലിയൻസ് ഇൻ്റർനാഷണലിൻ്റെ കൊച്ചി ചാപ്റ്ററിൻ്റെ കോമ്പറ്റീഷൻ അദ്ദേഹം എന്നെ ജഡ്ജായിട്ടിരുന്നു. അന്നാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. പിന്നീട് ആ സൗഹൃദം വലിയൊരു സൗഹൃദമായി. എന്നെ ഹരിശ്രീയിലേക്ക് എനിക്കുള്ള പാത തുറന്നത് അദ്ദേഹമാണ്. അല്ല, ഈ ട്രൂപ്പിലൊക്കെ അന്നേരം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരാളെ കൊണ്ടുനടക്കാൻ പറ്റുമല്ലോ. എങ്ങനെയായിരുന്നു, എന്തൊക്കെ ചെയ്യുമായിരുന്നു? അതൊന്നല്ല, ജനം ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ട് ഇരച്ചു മൂളി നിൽക്കുകയാണെങ്കിലും ആ സ്പീക്കറിൽ കൂടെ സഹൃദരായ കലാസ്നേഹികളെ എന്ന് വർഗീസേട്ടൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. ഞങ്ങൾ രാജേന്ദ്ര മൈതാനത്തൊക്കെ, എറണാകുളത്തെ രാജേന്ദ്ര മൈതാനമൊക്കെ വർഷങ്ങളോളം ഒരേ പരിപാടി നടത്തി ഈ ജനം, കാണുന്ന ജനം തന്നെ വീണ്ടും വരും, വീണ്ടും വന്നിരുന്ന് കണ്ട് കൈയടിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് എന്നഫേട്ടൻ ഡബ്ബിങ് മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കുലപതി എന്ന് പറഞ്ഞ പടത്തില് മറ്റേ രാധാരവി എന്ന് പറയുന്ന നടന്ന വിയറ്റ്നാം കോളനിയിൽ റാവുത്തർ എന്നഫേട്ടനാണ് ശബ്ദം കൊടുത്തതെന്നാണ് എൻ്റെ അറിവ്. രഥോത്സവം എന്ന് പറയുന്ന ചിത്രത്തിൽ സ്പടിയൻ ജോർജ് ചേട്ടന് എന്നഫേട്ടനാണ് ശബ്ദം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വേറെ കഥ, ഇത്രയും തിരിച്ചറിയുന്ന ശബ്ദമായിട്ടും വേറെ പല കഥാപാത്രങ്ങൾക്കും ശബ്ദം വർഗീസേട്ടന് അഭിനയം എന്ന് പറഞ്ഞൊരു ആവേശമായിരുന്നു. അഭിനയിച്ച് അങ്ങോട്ട് കുത്തിത്തിരില്ല കഥാപാത്രങ്ങൾ ചെയ്ത്. അപ്പോൾ സിനിമയിലേക്ക് നല്ല വേഷങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരും. ആകാശദൂതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഒപ്പം മിമിക്രിയിൽ വന്നിരുന്നു. കഴിഞ്ഞിട്ടും വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിച്ച് കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തടാ, ഇങ്ങനെ ചെയ്തടാ, അത് ഗംഭീരമായി, തിയേറ്ററിൽ അത് ചോദിക്കും, പിന്നെ ആരടാന്ന് ചോദിക്കും. അങ്ങനെ ഭയങ്കര ഒരു ആവേശമായിരുന്നു അത്. അതെത്ര ലാസ്റ്റ് ഞങ്ങൾ അദ്ദേഹം ഈ പാർട്ടിയുടെ ഒരു പരിപാടിക്ക് നമ്മുടെ രാമോർമ്മ ഗ്രൗണ്ടിൽ ഒരു പ്രസംഗം നടത്തി. ദൈവം ഒരു പൈസ നേർച്ചിട്ടാൽ നമ്മളെ നോക്കാത്ത ദൈവം എന്ത് ദൈവമാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളൊരു ഉദ്ഘാടനത്തിൽ ഒരുമിച്ച് പോകുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞടാ, അത് ഗംഭീരമായിട്ട് നല്ല ഉഗ്രം പ്രസംഗമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്താലും നമ്മളോട് അതിൻ്റെ ഒരു ഇത് പറയും, അതിൻ്റെ ഒരു ആവേശത്തോടു കൂടി പറയും, ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടു കൂടി അദ്ദേഹം പറയും. ഈ കലയോടുള്ള അദ്ദേഹത്തിൻ്റെ അർപ്പിത ബോധത്തെക്കുറിച്ച് ഒരു അനുഭവമുണ്ട്. എൻ്റെ യൗവനങ്ങളുടെ നമ്പർ നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമാണ് മിമിക്രിക്ക് പോകുന്നത്. മിമിക്രി പോയതിന് ശേഷമാണ് ഈ നാടകം സംസ്ഥാന അവാർഡിന് വേണ്ടി പോകുന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് മത്സരം, ടാഗോർ തിയേറ്ററിൽ. അപ്പോൾ അന്ന് പുള്ളിക്ക് എറണാകുളത്തൊരു കമ്പനിയിൽ ജോലിയുണ്ട്. അന്നത്തെ ദിവസം തന്നെ കൃത്യമായിട്ട് മറ്റേ ഡൽഹിയിലൊരു കോൺഫറൻസ് ഉണ്ട്. എന്ത് ചെയ്യും? അപ്പോൾ പുള്ളി അഭിനയിക്കാൻ അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് കോൺഫറൻസ് ഉണ്ട് ഡൽഹിയിൽ. അതെ അതെ അതെ. ജെഎംസ് എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിൽ പുള്ളി സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം വേറൊരു കമ്പനി ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസമാണ് വെച്ചിരിക്കുന്നത്. എന്തു ചെയ്യും? മത്സരത്തിനാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഒരാൾ തന്നെ കളിക്കുന്നതല്ലേ. അവസാനം പുള്ളി പറഞ്ഞു, ഞാൻ വരൂടോ. അപ്പോൾ എങ്ങനെ വരും? ഞാൻ ഫ്ലൈറ്റിനായാലും എത്തൂടെ, താൻ ധൈര്യമായി പോയിക്കോളാൻ പറഞ്ഞു. എങ്കിലും ഞാൻ
അബ്ദുൽ കലാം എന്ന് വേറെ ആൾ കൂടി പഠിപ്പിച്ച് വെച്ച് ഇൻ കേസ് വന്നില്ലെങ്കിൽ അതെ അപ്പോൾ ഒരാൾ കൂടി പഠിപ്പിച്ച് വെച്ചു. പക്ഷേ പുള്ളി പറഞ്ഞതുപോലെ 5 മണിയായപ്പോഴേക്കും ഡൽഹിയിൽ നിന്ന് പുള്ളി ഫ്ലൈറ്റിനെത്തി എന്നുള്ളതാണ്. അത് സാധാരണതയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ പ്രശ്നം കൂടിയാണ്. അത് വേറെ ഈ കലയും ആണ് പ്രധാന ഒരു വരുമാന മാർഗം, പിന്നെ ജോലിയാണ്, അത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഒരു അർപ്പണബോധമാണ്. മറ്റൊന്ന് ഈ ആകാശത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തത്, ആകാശത്തിൻ്റെ ഷൂട്ടിങ്ങിന് പുള്ളിയോടൊപ്പം ഞാൻ ആ തുടക്കത്തിൽ ഞാൻ പോയിരുന്നു. കോട്ടയത്ത് ഒരു കുന്നുമുകളിൽ സെറ്റിട്ടായിരുന്നു വർക്ക് നടത്തിയിരുന്നത്. അപ്പോൾ ഞാൻ 2-3 ദിവസം പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഓർക്കുന്നു. സിബി മലയിൽ പറഞ്ഞത്, ഈ ഷൂട്ടിങ് ഇയാളുടെ സീൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവനാരുടെ സത്യനോ? ഇത് അല്ലാതെ എന്നെ സ്വാധീനിച്ച കാരണം അത്ര റിയലിസ്റ്റിക്കായ സത്യൻ എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് അഭിനയത്തിൻ്റെ ഒരാളാണല്ലോ. അപ്പോൾ പുള്ളിയുടെ കമൻറ്റ് പോലെ തന്നെ പുള്ളി പിന്നീട് ഉണ്ടായ ഒരു 10 വർഷക്കാലം അത്രയും ശക്തനായ നടനായി തന്നെ നിലനിന്നു. ഈ ക്യാരക്ടർ വേഷങ്ങളിൽ നിന്ന് പിന്നീട് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഷാജി കൈലാസ് സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് ഏട്ടൻ, രഞ്ജി പണിക്കർ സാറ്, ഇങ്ങനെയുള്ള ആളുകളുടെ സിനിമകളിലാണ് പിന്നീട് നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഇപ്പോൾ രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിലെ പോളേട്ടൻ എന്ന് പറയുന്ന ഒരാൾ, ഒരു പോളേട്ടൻ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളായിട്ട് നിൽക്കുന്നത് ദുബായിലെ ചന്ദ്രൻ നായർ, നമ്മുടെ AK-47 കുറിച്ചൊക്കെ പറയുന്ന ഒരു FIR എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം, ദേവരാജ പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം. അത്തരത്തിലുള്ള നമ്മൾ ചില നടന്മാരിങ്ങനെ സ്വാഭാവികമായിട്ട് ചെയ്തുമ്പോൾ നമ്മൾ 1-2 കഥാപാത്രങ്ങളെ നമുക്ക് എടുത്ത് ഓർക്കുന്നുള്ളത്. നമ്മൾ വിശദമായിട്ടൊരു പ്രൊഫൈൽ പരിശോധിക്കുമ്പം ഒരുപാട് കഥാപാത്രങ്ങളെ പലതരത്തിൽ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണിത്. നാടകത്തിലൊരു വില്ലനായിട്ട് ഗുണ്ടാവേഷം ചെയ്തു എന്നുള്ളത് പറഞ്ഞല്ലോ. പിന്നീട് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രദക്ഷിണം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിരുന്നു. പ്രദക്ഷിണം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഗുണ്ടാ ക്യാരക്ടറാണ്. ആ സിനിമ അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിലും പ്രദർശനത്തിലെ കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടുപരിചയമുള്ള രീതിയിലുള്ള ആ വേഷം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിന് പല കാലങ്ങളിലുള്ളതായിട്ട് സൗഹൃദ വലയങ്ങളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ ചെയ്തിട്ടുള്ളതും വളരെ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ളൊരു വേഷമായിരുന്നു പ്രദർശനം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ ചില സാധനങ്ങൾ നമ്മൾ എത്ര എഫേർട്ട് ഇട്ട് ചെയ്താലും അത് ജനങ്ങൾ കണ്ടോളണം എന്നുള്ളൊരു നിർബന്ധമില്ലാണ്ട് പോയിട്ടുള്ള ഒരു വേഷമായിരുന്നു. മിമിക്രിയിൽ നിറ സാന്നിധ്യമായിട്ടുള്ള ഒരാളാണ് എൻ്റെ ഫർഗീസ് ചേട്ടൻ. ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിൽ എത്രയോ നാളുണ്ടായിരുന്നു. ഏതാണ്ട് അത്രയും നാൾ തന്നെ കലാഭവൻ എന്ന് പറയുന്ന ട്രൂപ്പിലും എൻ്റെ ഫേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു മേഖലയിലെ 2 സ്റ്റാറുകളായിട്ടൊരു കാലഘട്ടം മുഴുവൻ നിന്നിട്ടുള്ളതാണ്. അതിലെ ഓർമ്മകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മിമിക്രി കാലത്തിലെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം വന്ന രമേശ് ചേട്ടനോടുള്ള നന്ദി ഈ അവസരത്തിൽ പറയുന്നു. താങ്ക് യു രമേശ് ചേട്ടാ, താങ്ക് യു വെരി മച്ച്. നാടകത്തിലായാലും സിനിമയിലായാലും കയ്യടി കിട്ടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ പുള്ളി പറയും, അത് ആ നടന് കിട്ടിയ കയ്യടിയല്ല, അത് എഴുത്തുകാരന് കിട്ടിയ കയ്യടിയാണ്. ആ സിറ്റുവേഷൻ എഴുതി വെച്ചേക്കുന്ന സിറ്റുവേഷന്റെ കയ്യടിയാണത്. പുള്ളി എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ നാക്ക എന്ന് സ്വയം പുള്ളി പറയാറുണ്ട്. ഞങ്ങൾ കാണിക്കുന്നത് പ്രേക്ഷകൻ ചിരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ പുള്ളി ചിരിക്കും. അതുകൊണ്ട് നമുക്ക് ചിരി വരും. ഇയാളുടെ ചിരി കണ്ടിട്ട് അവിടെ ഞാൻ പിന്നീട് പറഞ്ഞു, താൻ നീ അവിടെ വന്ന് നിൽക്കരുത്, എന്നിട്ട് കുഴപ്പമുണ്ടാക്കരുത്, ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. മനുഷ്യരറിയുക, നമ്മളിങ്ങനെ ഒരാളെങ്കിലും ജീവിച്ചിരുന്നത് മറ്റുള്ള ഒരു പറയാനിടയായാൽ നമ്മൾ ഭാഗ്യവാനാണ്. അവാർഡ് ഇവരുടെ അവാർഡൊക്കെ അവിടെ വെച്ചോട്ടെ. ഭയങ്കര നല്ല കുട്ടിയായിട്ട് വന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞു പോയി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് പിന്നീട് പറഞ്ഞു ഇങ്ങനെ എന്നെ ഇഷ്ടമാണെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിൽ താല്പര്യമില്ല, ഞാൻ പഠിക്കാനാണ് വന്നിരിക്കണ കോളേജിൽ, ഈ വക ഇതിനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളിയല്ലേ, പുള്ളി ആരെയും വീഴ്ത്തും. അന്നേ ചൂണ്ടോട്ട്